ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരിത സൂര്യയോട് ഫോട്ടോഷൂട്ടിന് എത്തണമെന്ന് പറയാനിട്ടോ. ആ സമയം സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട്, അതെ ഇത് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ ഫാമിലിയിൽ ഫോട്ടോഷൂട്ടിന് വരണോ വരണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഈ സൂര്യയെ കൺട്രോൾ ചെയ്യാനൊന്നും നിനക്ക് അധികാരമില്ലടി, അതുകൊണ്ട് നീ വായ മൂടി പോടി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. ആ സമയം ഈ വാക്കുകൾ അങ്ങ് കേൾക്കുമ്പോൾ ഹരിത ശരിക്കും നാണം കെട്ടിരിക്കുകയാണ്. എല്ലാവർക്കും മുന്നിൽ നാണം കെട്ടി തലതാത്തി ഹരിത ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഇന്ദ്രജ് പറയാണ്, ഇത് കണ്ടോ സൂര്യയുടെ വാക്കുകൾ, എന്ത് തന്നെ നല്ലത് ചെയ്താലും സൂര്യ ഇങ്ങനെയൊക്കെ തന്നെ എന്ന് പറയുമ്പോൾ പത്മ പറയണം, എന്ത് ചെയ്യാൻ അവൻ അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം അവിടുന്ന് നന്ദിനിയും രാജുവും അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ഇവരൊക്കെ ഡ്രസ്സ് മാറിയിട്ടുള്ള ആ ഒരു രംഗമാണ്, അതായത് ഷൂട്ടിനായിട്ട് ഫോട്ടോഗ്രാഫർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹരിതയാണെങ്കിൽ ഓരോ ഫോട്ടോകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, അങ്ങനെ വേണം ഇങ്ങനെ വേണം ഈ തരത്തിൽ വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ആ സമയം അവിടെ നന്നായി തന്നെ സ്റ്റേജ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഇവിടെ വിജയും ഇന്ദ്രജയും വന്നിട്ട് പറയണേ, എന്തൊരു ഭംഗി, എന്ത് രസമാണ് കാണാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയമാണ് രാജകുമാരിയെ പോലെ വേദം ഇങ്ങനെ ഇറങ്ങി വരുന്നത്, നല്ല അടിപൊളി വരുന്നത് കാണുമ്പോൾ തന്നെ ഇന്ദ്രജ് പറയണേ, ഹായ് ഒരു രാജകുമാരി തന്നെ എൻ്റെ അനിയത്തി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ വേഷം എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അടിപൊളി തന്നെയാണ്, എന്തായാലും ഹരിത കാരണം നിൻ്റെ സ്റ്റേജും അടിപൊളി ആയിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. ഇതെങ്ങനെയുണ്ട്, ഇത് ഈ ഒരു സെലക്ഷൻ എന്നോട് പറഞ്ഞു തന്നത് ഈ നിൽക്കുന്ന രഞ്ജിത്താണ്, രഞ്ജിത്ത് പറഞ്ഞതാണ്. എന്തായാലും നല്ല അടിപൊളി ആയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ രഞ്ജിത്ത് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഞാനിപ്പോൾ ഒരു സെൻട്രലിലെ പോലെയല്ലേ, എന്നെ ഈ തരത്തിലാക്കുന്ന രഞ്ജിത്താണ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രജ ഇങ്ങനെ വിജയ് നോക്കുകയാണ് കേട്ടോ. ഈശ്വര, ഇനിയിപ്പോൾ എൻ്റെ നേർക്ക് ഇന്ദ്രജ എടുക്കുമല്ലോ. അപ്പോഴേക്കും അയ്യോ പറയാനില്ല, നിന്നെ കാണാൻ അതിലേറെ ഭംഗിയാണ് കേട്ടോ എന്ന് ഇന്ദ്രജയോട് ഉടൻ തന്നെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം ഈ വാക്കുകൾ കേട്ട ഉടൻ തന്നെ ഇങ്ങനെ ചിരിക്കുകയാണ് ഈ വേദ. അപ്പോഴേക്കും നന്ദിനിയും രാജു അവിടെ എത്താണ്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ കണ്ടിട്ട് നന്ദിനി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ, എന്തൊരു ഭംഗിയാണ് പിന്നെ സ്റ്റേജൊക്കെ കാണാൻ എന്നുള്ള തരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ അങ്ങോട്ടേക്ക് ഇങ്ങനെ രഞ്ജിത്ത് വരുന്നുണ്ട്. രഞ്ജിത്ത് ആരോടോ കാര്യമായി ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നു കേട്ടോ. അപ്പോൾ പത്മ ബാക്കിൽ വന്നിട്ട് മോനെ വാ എന്ന് പറയുമ്പോൾ, ആൻറ്റി പോയിക്കോളൂ ഞാൻ വരാൻ വേണ്ടി, ഞാനൊരു കോളിലാണ് എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം തൻ്റെ മകളെ കണ്ടുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തൊരു ഭംഗിയാണ് എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഹരിതയുടെ വേഷം. ഹരിത ഒരു സാരിയൊക്കെയാണ് അതിൽ എടുത്തിരിക്കുന്നത്, റീമേക്കിൽ എടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയ ചേഞ്ചൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോഴേക്കും പത്മ പറയണേ, അയ്യോ എൻ്റെ മോള് എന്ത് ഭംഗിയാണ്, ഒരു രാജകുമാരി തന്നെയാണ്, എന്തൊരു രസമാണ് ഹരിതയെ കാണാൻ. ഹരിത ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ സാരി എടുത്തപ്പോൾ ഏട്ടാ വലിയൊരു പെണ്ണായി എന്നൊക്കെ പറയുമ്പോൾ, അവൾ സാരി എടുത്ത് അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയും കേട്ടോ. ഈ സമയം രഞ്ജിത്ത് ഫോൺ കട്ട് ചെയ്ത് വരികയാണ്. എന്നാൽ ഇതെല്ലാം വലിയ അതിശയത്തോടു കൂടി ഇങ്ങനെ നന്ദിനി നോക്കുകയാണ് കേട്ടോ. നോക്കുന്നത് കാണുമ്പോൾ രാജു പറയണേ, നന്ദിനി നിനക്ക് ഇതിൽ വിഷമമൊന്നുമില്ലേ, ഇതൊന്നും കാണുമ്പോൾ ഈ വീട്ടിലെ ഒരു അംഗമാണ് നീ, എന്നാൽ നിന്നെ എല്ലാവരും തള്ളിക്കളയുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമമില്ലേ, എന്താ രാജു കേട്ടോ ഈ പറയുന്നത് എന്നൊന്നും മിണ്ടാതിരുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം ഹരിത വന്നിട്ട് പറയണേ, ആൻറ്റി എങ്ങനെയുണ്ട് ഞാൻ സെറ്റ് ചെയ്ത എൻ്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ, സൂപ്പറല്ലേ എന്ന് പറയുമ്പോൾ, പറയാനില്ല മോളെ എന്ന് പറയണേ, എന്നാൽ നമുക്ക് ഫോട്ടോഷൂട്ട് തുടങ്ങാം, കണ്ടില്ലേ എല്ലാവരും ഫോട്ടോഷൂട്ട് തുടങ്ങാൻ പോകുന്നു എന്ന്. അപ്പോഴേക്കും രാജനന്ദനോട് പറയണേ, നിന്നെ മാത്രം അവർ വിളിക്കത്തില്ലല്ലോ, രാജേട്ടൻ ഒന്ന് വാഴ അടക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, എന്നാലും മോളെ സഹിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ ഫോട്ടോഗ്രാഫറോട് ഹരിത പറയണേ, അതെ ആദ്യം ഫോട്ടോ എടുത്ത് തുടങ്ങുന്നത് എൻ്റെ ആൻറ്റിയിൽ നിന്നാണ്, ആൻറ്റി അങ്കിളും ആദ്യത്തെ ഫോട്ടോ വരട്ടെ എന്ന് പറയും കേട്ടോ. അങ്ങനെ അവർ ഫോട്ടോക്ക് പോസ് ചെയ്തും കൊണ്ട് നിൽക്കുകയാണ്. അവരടിപൊളി. പത്മ പറയാനില്ല, യതീന്ദ്രനെ കെട്ടിപ്പിടിക്കുന്നു, തോളിൽ ചാരുന്നു, അങ്ങനെയുന്നു ഇങ്ങനെയുന്നു. അതൊക്കെ കാണുന്ന രാജു പറയുന്നത്, ഇതൊക്കെ കാണുമ്പോഴേ സൂര്യ സാറില്ലാത്ത ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു. ഈ ഒരു ഇതിൽ മോളെ നീയും നിൽക്കേണ്ടതല്ലേ, നിനക്കിതിലൊന്നും സങ്കടമല്ലേ എന്ന് രാജു ചോദിക്കുമ്പോൾ, എന്താ എൻ്റെ രാജു കേട്ടാ ഇതിലൊക്കെ സങ്കടപ്പെടാൻ, ഞാൻ അവരുടെ ഗണത്തിൽ പെട്ടതല്ലേ, എൻ്റെ മോളെ നീ ഇങ്ങനെ പറഞ്ഞു തന്നാൽ നിന്നെ എല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെടുത്തുകയുള്ളൂ, ഇനി മനസ്സിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ രാജുട്ടൊന്നും മിണ്ടാതിരുന്നൊക്കെ കണ്ടു നിന്നാൽ മതി എന്ന് പറയുന്നത് കേട്ടോ. ആ സമയം കുട്ടിയുടെ മനസ്സ് വല്ലാത്തൊരു മനസ്സ് തന്നെ എന്ന് പറയുന്നത്. പിന്നീട് യതീന്ദ്രനും പത്മയും കൈ പിടിച്ച് തോളിൽ ചായിട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നന്ദിനി പറയുന്നത്, നല്ല മാച്ചാണ്, വല്ലാത്ത മാച്ച് തന്നെ എന്നപ്പോഴേക്കും രാജു പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഹരിത പറയണേ, ഇനി എൻ്റെ മമ്മി ഡാഡിയും വന്ന് അങ്കിളുടെ ആൻറ്റി അപ്പുറപ്പുറം തന്നെ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫോട്ടോ ആണ് കേട്ടോ ഹരിത എടുക്കുന്നത്. എന്ത് രസമല്ലേ എന്ന് നന്ദിനി പറയുമ്പോൾ, വല്ലാത്ത രസം തന്നെ കാണാൻ എന്ന് രാജു അപ്പോഴേക്കും പറയണം കേട്ടോ.
അങ്ങനെ അവരുടെ ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം പിന്നീട് വിജയ് അതിലിടപെടുകയാണ്. വിജയ് പറയണേ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കുകയെന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴേക്കും നന്ദിനി ചിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉദയനും വന്ദനയും തമ്മിലുള്ള ഒറ്റയ്ക്കുള്ള ആ ഒരു പലതരത്തിലുള്ള ഫോട്ടോകളാണ് കേട്ടോ. ഇതെല്ലാം കാണുമ്പോഴേക്കും പിന്നീട് നന്ദിനിയുടെ ഉള്ളിൽ ഒരു ചെറിയ വിഷമം തോന്നി. തൻ്റെ മുഖം ഇങ്ങനെ വാടിത്തുടങ്ങി. അപ്പോഴേക്കും വന്ദനയും രഞ്ജിത്തും അതുപോലെ രഞ്ജിത്തിൻ്റെ ഫാമിലി വേദ അങ്ങനെ അപ്പോഴേക്കും നന്ദിനിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു തുടങ്ങുകയാണ്. എല്ലാവരുടെയും ഫോട്ടോ ഓരോന്നോരോന്നായി എടുത്തു തുടങ്ങുന്നു. എല്ലാവരും പലതരത്തിലെടുത്തു. എന്നാൽ തന്നെ ഒന്നും വിളിക്കുന്നില്ല എന്നുള്ള ആ ഒരു മനോഭാവം തൻ്റെ മുഖത്ത് വരുന്നു. പക്ഷേ വേണ്ട, അത് തനിക്ക് വേണ്ട എന്നുള്ള ആ മനോഭാവത്തിൽ വീണ്ടും നന്ദിനി ഉഷാറായി നിൽക്കണം കേട്ടോ. അപ്പോഴേക്കും വിജയ് അവിടെ കോമഡികൾ പറഞ്ഞു തുടങ്ങാൻ ഞാനൊരു നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്, അതുകൊണ്ട് ഫോട്ടോ എടുക്കണം എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതാ എൻ്റെ ഭാര്യയും ഞാനും നിൽക്കുന്നത് എങ്ങനെയാണെന്നെങ്കിൽ ഞാനൊരു സിനിമ തന്നെ എടുത്ത ആളാണ്. അപ്പോഴേക്കും അവർ ചോദിക്കുക ഏത് സിനിമയിലാണ് ചെയ്തത്? സിനിമയല്ല നാടകമായിരുന്നു എന്ന് ഇന്ദ്രജ പറയാൻ കേട്ടോ. അയ്യോ എന്തിനാ നീ എന്നെ ഇങ്ങനെ നാണം കെടുത്ത്? അതൊന്നും വിഷയമല്ല എന്നിങ്ങനെ ഇവിടെ ഇന്ദ്രജ പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോളൂ, ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ ഫോട്ടോ എടുത്തോളൂ, ഫോട്ടോ എടുത്ത് കാര്യങ്ങൾ അങ്ങ് നടത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജ വിജയ്ക്കൊപ്പം ഫോട്ടോ എടുക്കാൻ കേട്ടോ. ഈ സമയം സൂര്യയെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ രാജു പറയണത്. സൂര്യ സാർ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ പൊളിക്കുമായിരിക്കും. അയ്യോ രാജുട്ടൊന്നും മിണ്ടാതിരുന്ന സൂര്യ സാർ വരുന്നത് ചിലപ്പോൾ മദ്യപിച്ചിട്ടായിരിക്കും, അതാ എൻ്റെ പേടി. സൂര്യ സാർ വന്നാൽ ഇവിടെ പൊളിക്കല്ലേ ചെയ്യുക, ഇവിടെ ഒരു ഗുണ്ടായിസാണ് നടക്കുന്നത്. അപ്പോഴാണ് കേട്ടോ ഉടൻ തന്നെ ഇവിടെ പറയുന്നത് സൂര്യയുടെയും നന്ദിനിയുടെയൊക്കെ ഫോട്ടോ വേണ്ട പത്മ, എന്താ നീ പറയുന്നതല്ലേ നമ്മുടെ കുടുംബം അവരെത്തിയിട്ടില്ലേ? നിങ്ങളൊന്ന് മിണ്ടാതിരുന്ന് എത്ര കേട്ടാലും എനിക്ക് മതിയാവില്ല, ഇവിടെ വേലക്കാരിയുടെ ഫോട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ഹരിതക്ക് വലിയ സന്തോഷമാവുകയാണ് കേട്ടോ. ഹരിത സന്തോഷവതിയായി നിൽക്കുമ്പോൾ സൂര്യയാണ് നമ്മുടെ കുടുംബം, സൂര്യ ഇല്ലാതെ എങ്ങനെ ഫോട്ടോഷൂട്ട് നടത്താനാണ് എന്നൊക്കെ പറയുമ്പോൾ പത്മക്കും ഹരിതക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ. എന്നാൽ ഈ സമയം സൂര്യ കുടിച്ചു തുടങ്ങുകയാണ്. അപ്പോഴേക്കും വിവേക് പറയണേ എന്താ സൂര്യ നീ ഡെയിലി മദ്യപാനായോ? ഇന്നലെ കുടിച്ചു, ഇന്ന് കുടിക്കും കൂടി ചെയ്ത നന്ദിനി അറിഞ്ഞാലുണ്ടാവുന്ന വിഷയം എന്തായിരിക്കും? നീ മനസ്സിൽ ചിന്തിക്കുന്നതിലപ്പുറമായിരിക്കും. വെറുതെ നന്ദിനി കൊച്ചിനെ വേദനിപ്പിക്കാൻ നിൽക്കേണ്ട. അത് കേട്ട ഉടനെ ഇപ്പം നന്ദിനിയല്ല അവിടെ ആ വീട്ടിൽ കാട്ടിക്കൂട്ടുന്ന അവരുണ്ടല്ലോ ആ താടകകളുടെ കാട്ടിക്കൂട്ടൽ എനിക്ക് പറ്റുന്നില്ല. മറ്റേ താടകകളല്ല ഇപ്പോൾ പുതുതായി അതാരാ അമേരിക്കയിൽ വന്ന കുറച്ചെണ്ണം ഉണ്ടല്ലോ, അവറ്റുള്ള കാട്ടിക്കൂട്ടൽ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ എൻ്റെയും ഫോട്ടോ അവർ കുത്തി നോവിച്ച് അതിൽ നന്ദിനിയെ മാത്രം കീറി മുറിച്ചിട്ട് അതവിടെ വേസ്റ്റ് കുപ്പയിലോട്ട് ഇട്ടു. അതൊക്കെ ചെയ്തത് അവളാണ്. ആര്? ആ ഹരിത പറയുന്നവളാണ്. തിരിച്ചു മേടിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടല്ല, പക്ഷേ പല ഭാഗത്തുനിന്നും അത് നിഷേധിക്കുന്നത് കൊണ്ടാണ്. ഇത് വല്ലാത്തൊരു കഷ്ടമാണ്, ഇതിനൊരു മറുപടി കൊടുക്കണം. അപ്പോൾ സൂര്യ നീ അതുകൊണ്ട് കുടിച്ചത് കൊണ്ട് എന്തെങ്കിലും പരിഹാരമാവുമോ? നന്ദിനിക്കത് വിഷമാവുമല്ലത്തുള്ളൂ. അത് പറഞ്ഞിട്ട് എന്താ? എൻ്റെ മനസ്സിൻ്റെ വിഷമം എനിക്കങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. നന്ദിനിയോട് ചെയ്യാൻ പോകുന്ന കാര്യമാണ് എൻ്റെ സൂചനയാണ് അവൾ കാണിച്ചു തന്നത്. അതെനിക്ക് നന്നായി അറിയാം. ഇതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ അവൾ വീണ്ടും ആവർത്തിക്കും. എൻ്റെ വീട്ടിൽ വന്ന് എന്നെപ്പോലും അവൾക്ക് യാതൊരു വിലയില്ലാതെ എന്നെ മുക്കിലിരുത്തി അവൾ അവിടെ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുക, അത് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തൻ്റെ ഫോൺ അടിക്കുന്നു കേട്ടോ. അപ്പോഴേക്കും വിവേക് കുടിക്കാൻ നോക്കുന്നുണ്ട്. എനിക്ക് ഇത്തവണെങ്കിലും ഒരു ഗ്ലാസ് കിട്ടിയെങ്കിൽ വെച്ച് വിവേക് ആ ഫോണിൻ്റെ ആ ഒരു സമയം നോക്കി വിവേക് കുടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും സൂര്യ ഫോണാണെങ്കിൽ ആ ഗ്ലാസ് പിടിച്ച് വലിക്കണം കേട്ടോ. എടാ ഞാനൊരു ഗ്ലാസ് എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം തൻ്റെ ഡാഡിയാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ്. അങ്ങനെ തൻ്റെ ഫോണ് വിളിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ നന്ദിനിയുടെ അടുത്തോട്ട് യതീന്ദ്രൻ ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മോളെ ഇതുവരെ സൂര്യയെ കണ്ടില്ലല്ലോ. അല്ല എന്തോ ഇന്ന് രാവിലെ കമ്പനിയുടെ എന്തോ കാര്യം പറഞ്ഞത് കേട്ടല്ലോ, ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് അവനെ അവിടെ നിൽക്കൊന്നും വേണ്ട, 10 മിനിറ്റേ അതിന് ആവശ്യമുള്ളൂ, അത് കഴിഞ്ഞ് അവൻ ഇങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സൂര്യക്ക് വിളിക്കുന്നത്. അങ്ങനെ സൂര്യക്ക് വിളിക്കുകയാണ്. അങ്ങനെ സൂര്യയോട് പറയുകയാണ്, സൂര്യ നീ എവിടെയാണ്? ഞാനിതവിടെ പുറത്തുണ്ട്, നീ എന്താ ഇങ്ങോട്ടേക്ക് വരാത്ത? അവിടെ വന്നാലേ മനുഷ്യൻ്റെ സമനില തെറ്റും. മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഇങ്ങോട്ടേക്ക് എത്താൻ നോക്ക്. ഇല്ല ഡാഡി ഞാൻ വരുന്നില്ല. എടാ നമ്മുടെ വീട്ടിൽ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്, നിൻ്റെ പെങ്ങളല്ലേ. അപ്പോഴേക്കും വിവേക് മദ്യമെടുത്ത് കുടിക്കാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യ അത് വേഗം പിടിച്ച് വലിക്കുകയാണ്. എടാ നിൻ്റെ പെങ്ങളല്ലേ, ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്, നീ ഇങ്ങോട്ടേക്ക് എത്താൻ നോക്ക്. നീയും കൂടി ആയാലല്ലേ ആ ഫോട്ടോഷൂട്ട് പൂർണ്ണമാവുള്ളൂ. നീ ഈ കുടുംബത്തിലെ അംഗമല്ലേ, അപ്പോൾ അതുകൊണ്ട് വാ, നീ എൻ്റെ മോനല്ലേ, വാ എന്നൊക്കെ പറയുമ്പോൾ ശരി ഡാഡി ഓക്കെ എന്ന് പറഞ്ഞ് വെക്കണം. അങ്ങനെ ഈ സമയം വിവേക് ചോദിക്കുകയാണ്, എന്താ സൂര്യ നീ പോകുന്നില്ല, ഇനി പോയിക്കോ, ഇനി മദ്യപിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ തൻ്റെ ഗ്ലാസ്സിലുള്ളതും അതും എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി വിവേക് കുടിക്കുമെന്ന് കരുതിയിട്ട് അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം എടാ നമുക്കിനി അടുത്തത് അതങ്ങ് ചെയ്യാം, അവർക്കിട്ടൊരു കൊട്ട് കൊടുക്കണ്ടേ, അതിന് സമയമായി. അതിന് ഈ മദ്യപാനം തന്നെയാണ്. അമേരിക്കക്കാർക്ക് ഈ സൂര്യയുടെ യഥാർത്ഥ സ്വഭാവം കണ്ടിട്ടില്ല. അപ്പോൾ അമേരിക്കക്കാരിയായ ആ ജാട് അവളെയും ആ മുഖംമൂടിയിട്ട ആ ചെന്നായില്ലേ അവൻ്റെയും അത് വലിച്ചുരുണ്ട്
നേരമായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിവേകിന് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിവേക് പറയുന്നത് ഞാനൊന്ന് കുടിക്കട്ടെ, അതിനെന്താ നീ വണ്ടിയിലിരുന്ന് കുടിച്ചോ, ഞാൻ ഡ്രൈവ് ചെയ്യല്ലേ, നീ കുടിച്ചോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൂര്യയും വിവേകും കൂടി അങ്ങോട്ടേക്ക് എത്താണ്. ഇതേ സമയം നന്ദിനിയാണെങ്കിൽ സൂര്യ സാറിനെ ഇതുവരെ കാണാനില്ലല്ലോ എന്ന് നന്ദിനിയോട് രാജു പറയുമ്പോൾ ഉടൻ തന്നെ പറയുകയാണ്, സൂര്യ സാർ എത്താതിരിക്കുകയാണ് നല്ലത്, എത്തുന്നത് 4 കാലിലായിരിക്കും, അതോടുകൂടി വീട്ടിലാകെ പ്രശ്നമാവും, അത് ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ മോളെ, മദ്യപിച്ചിട്ടേ സൂര്യ സാർ വരത്തുള്ളത്, എനിക്ക് ഉറപ്പാണെന്ന് പറയാം കേട്ടോ. ഈ സമയം ഫോട്ടോഷൂട്ട് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഹരിത വരികയാണ്. വന്നവർക്ക് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് ഇനി സൂര്യ വരില്ല അങ്കിൾ, വെറുതെ എന്തിനെ കാത്തു നിൽക്കുന്നത്. അപ്പോൾ പത്മ പറയും ശരിയാണ് മോളെ, നീ അവസാനിപ്പിച്ചേക്കുക. അപ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ പറയണേ ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട്, അവൻ ഇപ്പോൾ എത്തും, അതുകൊണ്ട് ഫോട്ടോഷൂട്ട് അവസാനിക്കണമെങ്കിൽ അവനും കൂടി ആവണ്ടേ, അതല്ലേ പൂർണ്ണമാവുള്ളൂ. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ പത്മ പറയുന്നത് നിങ്ങൾ അവനെ ഒന്ന് വിട്ടേ, അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടോ, അവൻ അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്തവനല്ലേ, അതുകൊണ്ട് വിട്ടേക്ക് എന്ന് പറയുന്ന സമയത്ത് വണ്ടി വരുന്നു കേട്ടോ. വണ്ടി വരുമ്പോൾ തന്നെ നല്ല സൗണ്ടിൽ നല്ല പാട്ടൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കാണുന്നതിനോട് കൂടിയിട്ട് ഇവരെല്ലാവരും ഷോക്കോട് നിൽക്കുകയാണ്. ഹരിതക്കാണെങ്കിലും ആ ഫോട്ടോഷൂട്ടിൽ സൂര്യ ഉണ്ടാവരുതെന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടെ സൂര്യ എത്തുന്നത്. സൂര്യ എത്തിയപാടെ 2 കൈ ഹായ് എന്നിങ്ങനെ കാണിക്കും. പിന്നീട് തൻ്റെ ബാക്ക് തിരിച്ച് സൂര്യ ബാക്ക് കൊണ്ടുള്ള ഒരു ഡാൻസ് അത് വിജയ് ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടാളും ആ ഡാൻസ് കളിക്കുന്നത് കാണുമ്പോൾ തന്നെ ഈശ്വര പറയാനില്ല എന്ന് അവിടെ പത്മക്കും യതീന്ദ്രനും അതുപോലെ മറ്റുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടോ. അങ്ങനെ തൻ്റെ മുഖത്തടിക്കുന്നത് പോലെ മുഖം മുന്നോട്ട് കാണിച്ച് വരേണ്ടവർ ബാക്ക് കാണിച്ച് ഡാൻസ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ സൂര്യ എന്തോ ലക്ഷ്യമിട്ട് എന്ന് അപ്പോഴേക്കും വിജയ് പറയുകയാണ് കേട്ടോ ഇന്ദ്രജിയോട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരുന്നത് കേട്ടോ.